എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഒരു ജാക്കറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് കുർത്തിക്കൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ജാക്കറ്റാണ്. അപ്പം നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് ചെയ്യാം എന്നുള്ളത്. അപ്പം അതിനായിട്ട് ഞാനിവിടെ 1 മീറ്റർ തുണി എടുത്തിട്ടുണ്ട്. ഇത് കോട്ടൻ്റെ തുണിയാണ് കേട്ടോ. അത്ര തന്നെ ലൈനിങ്ങും ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് 1 മീറ്റർ വേണ്ടി വരില്ല. ഇത് വീതിയുള്ള തുണി ആയതുകൊണ്ട് നമുക്ക് 3/4 മീറ്റർ മതി. സ്ലീവ്ലെസ് ജാക്കറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ് നമുക്ക് ആദ്യം ലൈനിങ്ങിലാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ലൈനിങ് ഇതുപോലെ 4ആയിട്ട് നമ്മൾ മടക്കിയിടാണ് കേട്ടോ. നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ സാധാരണ ചുരിദാർക്ക് മടക്കില്ല, അതുപോലെ 4ആയിട്ട് മടക്കിയിടാം. ഇനി നമ്മൾ ഇതുപോലെ എന്തെങ്കിലും അളവ് ജാക്കറ്റ് എടുക്കാം, നിങ്ങളുടെ കയ്യിലുള്ള ടോപ്പോ എന്തെങ്കിലും എടുക്കാം, നമുക്ക് മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതും ഇതുപോലെ തന്നെ മടക്കുക, 2ആയിട്ട് മടക്കിയിട്ട് നമ്മൾ ഇതുപോലെ വെക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒപ്പം വെച്ചിട്ട് നമുക്ക് ആദ്യം നെക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. നെക്കിൻ്റെ ഭാഗം മാർക്ക് ചെയ്യുക. പിന്നെ ഷോൾഡർ ഇതുപോലെ പിടിച്ചിട്ട് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ സ്ലീവിൻ്റെ ആം ഹോൾ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതുപോലെ ആ ഒരു ഷേപ്പിൽ നിങ്ങൾ വരച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കുക. പിന്നെ എന്താണ്, ഈ ജാക്കറ്റ് എനിക്ക് ഇറക്കം കുറവാണ്. അപ്പോൾ ഇതിനേക്കാൾ ഇറക്കം എടുക്കുന്നുണ്ട്. ഞാൻ 19 ഇഞ്ചാണ് ഇറക്കം എടുക്കുന്നത് കേട്ടോ. ജാക്കറ്റിൻ്റെ ഇറക്കം 19 ഇഞ്ചാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇതുപോലെ എടുക്കാം. 19 ഇഞ്ച് നോർമലായിട്ട് നമുക്ക് ഉള്ള ഇതാണ് കേട്ടോ, ലെങ്ത്താണ്. അത് അത്യാവശ്യം ഉണ്ടാകും. ഇത് തീരെ ചെറിയ ജാക്കറ്റാണ്, അപ്പോൾ അതിനേക്കാളും കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതുപോലെ എന്താണ് ജാക്കറ്റ് എല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അളവിനായിട്ട് ജാക്കറ്റ് എല്ലാം നമ്മൾ സാധാരണ ടോപ്പൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നെക്ക് 4 തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്ക് വിട്ട് 4 മാർക്ക് ചെയ്യുക. പിന്നെ ഷോൾഡർ ഇല്ലേ, അത് 8 മാർക്ക് ചെയ്ത് കൊടുക്കുക. ആം ഹോളും 8 തന്നെ. എന്നിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എടുക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ഈ ജാക്കറ്റിന് വേണം. നെക്ക് വിട്ടൊക്കെ നമ്മൾ സാധാരണ ഞാൻ 3.5 എടുക്കാറ്, അപ്പോൾ അതിനേക്കാളും കൂടുതൽ വരണം. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എക്സ്ട്രാ നമുക്ക് സ്റ്റിച്ചിങ് അലവൻസ് കൊടുക്കണം. 1 ഇഞ്ചോളം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ടത് നെക്ക് വിട്ടും ഇതും ഷോൾഡറും കൂടുതൽ എടുക്കുക എന്നുള്ളതാണ്. 4 നെക്ക് വിട്ട്, ഷോൾഡർ 8 കേട്ടോ, ആം ഹോളും 8. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും മാർക്ക് ചെയ്തെടുക്കണം. ബാക്ക് നെക്ക് ഞാൻ 2 ഇഞ്ചാണ് എടുക്കുന്നത്. ഫ്രണ്ട് നെക്ക് ഞാൻ 4 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു റൗണ്ട് ഷേപ്പും വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് നെക്ക് 2 ഇഞ്ചും ഫ്രണ്ട് നെക്ക് 4 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നുമില്ല, ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ആദ്യം നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്തു. ശ്രദ്ധിക്കുക, ഫ്രണ്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്യരുത് കേട്ടോ. ബാക്ക് നെക്ക് കട്ട് ചെയ്യുക. അതിനുശേഷം പിന്നെ നമ്മൾ ആം ഹോൾ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ഭാഗം കട്ട് ചെയ്യുക. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ആ ഷോൾഡറിൻ്റെ ആ ജോയിൻ്റ് ചെയ്തിട്ടുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരുമിച്ചിട്ടിട്ട് കട്ട് ചെയ്യരുത് കേട്ടോ, അത് ശ്രദ്ധിക്കാം. അപ്പോൾ ബാക്ക് ഞാൻ സെപ്പറേറ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ തുണിയിൽ, നമ്മുടെ തുണിയിൽ കട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ടും തുണി ഇതുപോലെ തന്നെ 4ആയിട്ട് നമ്മൾ മടക്കിയിടണം. ലൈനിങ് മടക്കിയിട്ടില്ല, അതുപോലെ തന്നെ ഇതും 4ആയിട്ട് തന്നെ നമ്മൾ മടക്കിയിടാം. ഇന്ന് നമുക്ക് ആവശ്യത്തിനുള്ള തുണി മാത്രം എടുത്ത് മടക്കിയാൽ മതി കേട്ടോ. തുണി ഇപ്പോൾ നമ്മൾ 1 മീറ്റർ എടുക്കുന്ന, ഇതിപ്പോൾ വീതിയുള്ള തുണി ആയതുകൊണ്ട് നമുക്ക് കുറേ തുണി വേസ്റ്റ് ആയി പോകും. അപ്പോൾ ആവശ്യത്തിന് മാത്രം നോക്കിയെടുത്ത് മടക്കുക, ഒരുമിച്ച് തുണി മടക്കാതിരിക്കുക, അപ്പോൾ വേസ്റ്റ് ആയി പോകും. അതുകൊണ്ടാണ്. ഇനി ഇതാ നമ്മുടെ ബാക്കാണ് കേട്ടോ നമ്മൾ ഇവിടെ ഇട്ട് ഇതിന് മുകളിൽ ഇട്ടിട്ട് വെട്ടുന്നത്. അത് ശ്രദ്ധിക്കുക. ഫ്രണ്ട് പോർഷൻ നിങ്ങൾ വെട്ടരുത്. ബാക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടില്ലേ ലൈനിങ്ങിൽ, അത് ഇട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വെച്ചിട്ട് ഒപ്പം വെച്ചിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ബാക്കാണ് കേട്ടോ ഇതുപോലെ വെച്ച് കട്ട് ചെയ്യേണ്ടത്, മാറിപ്പോരുത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ബാക്ക് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ടിൻ്റെ ലൈനിങ് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷനും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. സെപ്പറേറ്റ് ആക്കിയിട്ട് ഫ്രണ്ട് നമ്മൾ ലൈനിങ്ങിന് കട്ട് ചെയ്തില്ലേ അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് ഫ്രണ്ട് ഓപ്പൺ ആയിരിക്കണം. ജാക്കറ്റ് നമ്മൾ കണ്ടിട്ടില്ലേ, ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ലൈനിങ്ങിൻ്റെ ഇതും രണ്ടും നമ്മൾ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ മടക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം അത് ശ്രദ്ധിക്കുക. ഫ്രണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഇത് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് ഞാൻ പറയാം. അപ്പം അത് നമ്മൾ ഇതുപോലെ മെയിൻ തുണി, നമ്മുടെ നല്ല തുണി ഇതുപോലെ വെച്ചു. നല്ല വശം ആണ് കേട്ടോ ഫേസ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ലൈനിങ് വെച്ചു. അപ്പോൾ ലൈനിങ്ങിൻ്റെ നല്ല വശമാണിത്. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർന്നിരിക്കുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കാം. ശ്രദ്ധിക്കുക, വശം മാറിപ്പോകരുത്. നമുക്ക് തിരിച്ച് ലൈനിങ് ഇട്ടടിച്ച് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ആം ഹോൾ, ഈ കൈയുടെ ഭാഗമില്ലേ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു 4 ഇഞ്ച് വീതി ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുക, നെക്ക് സ്റ്റിച്ച് ചെയ്യുക, പിന്നെ ഈ താഴോട്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആം ഹോള്, ഷോൾഡർ, നെക്ക് താഴോട്ടും ഒരു 4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റേതും നമ്മൾ അപ്പുറത്തെ ഭാഗം ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. ഷോൾഡറും ആം ഹോളും താഴേക്കുള്ളതും സൈഡ് അല്ല കേട്ടോ, നമ്മുടെ ഓപ്പൺ ആയിട്ട് എടുക്കുന്ന ഭാഗം അത് സ്റ്റിച്ച് ചെയ്യുക. അതാണ് ഫ്രണ്ടിൻ്റെ. ഫ്രണ്ട് അങ്ങനെ ചെയ്യണം. ബാക്ക് എന്താ ചെയ്യേണ്ടത്, ബാക്ക് നമ്മൾ ഇതുപോലെ വെക്കാം. നല്ല തുണിയുടെ നല്ല വശമാണ് മുകളിൽ വരേണ്ടത്. അതുപോലെ തന്നെ നല്ല വശം വേണം. പിന്നെ ലൈനിങ്ങിൻ്റെയും നല്ല വശം ഫേസ് ചെയ്തിരിക്കുന്ന ചേർന്നിരിക്കുന്ന രീതിയിൽ കേട്ടോ, ഒട്ടിയിരിക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. ഇവിടെ എന്താ ശ്രദ്ധിക്കുക, നെക്ക് മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ആം ഹോളും ഒന്നും സ്റ്റിച്ച് ചെയ്യുന്നില്ല, ഷോൾഡർ ഒന്നും സ്റ്റിച്ച് ചെയ്യുന്നില്ല, നെക്ക് മാത്രം ബാക്കിൻ്റെ. അത് ശ്രദ്ധിക്കാം. ഇനി ഇതാ നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി എന്താണ്, നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തുണ്ടല്ലോ ഇതുപോലെ ചെറിയ കട്ടിട്ട് കൊടുക്കണം. നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ നമ്മൾ തിരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ തിരിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ ഉള്ളിലൊക്കെ മടങ്ങി പോയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ട് കുത്തി എടുക്കാം കേട്ടോ. അപ്പോൾ അവിടെ നീറ്റായിട്ട് കിട്ടും. ഇതുപോലെ തിരിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഈ നമ്മൾ തിരിച്ചെടുത്തില്ലേ ഇവിടെയൊക്കെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. കുറച്ചുകൂടി നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ മുകളിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തില്ലേ അവിടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ജോയിൻ ചെയ്തെടുക്കണം. 2 ഭാഗം ചേർത്ത് വെച്ച് ഷോൾഡർ അടിക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ബാക്ക് ഇതുപോലെ ഇടാം. ലൈനിങ് ഇങ്ങനെ പുറത്തോട്ട് നിൽക്കുന്ന രീതിയിൽ ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ലൈനിങ് പുറത്തോട്ട് നിൽക്കുന്ന രീതിയിൽ ഇടാം. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് ഇതുപോലെ വെക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർന്നിരിക്കുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇതുപോലെ നമ്മൾ വെച്ചിട്ടുണ്ട്. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർന്നിരിക്കുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ലൈനിങ് ഇല്ലേ പുറത്ത് നീക്കിയിട്ടിട്ടുണ്ടാവില്ലേ, അത് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആം ഹോൾ സ്റ്റിച്ച് ചെയ്യണം. ആം ഹോൾ സ്റ്റിച്ച് ചെയ്യാൻ എന്ത് ചെയ്യാം, നമ്മുടെ ഉള്ളിലത്തെ ഭാഗം നീക്കിയിട്ട് വേണം ആം ഹോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഉള്ളിലത്തെ ചേർത്ത് അടിക്കരുത് കേട്ടോ. അത് കുറച്ച് നീക്കി വെച്ചിട്ട് ഇതുപോലെ ആം ഹോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. മറ്റേ സൈഡും ഇതുപോലെ ഉള്ളിലത്തെ ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ അത് നീക്കി വെച്ചിട്ട് ആം ഹോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടും. എല്ലാ ഭാഗവും ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാവരും ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ അതാണ് അതവിടെ ശരിക്കും ഇരിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇനി എന്ത് ചെയ്യുക, ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്തടിക്കണം. അത്രയേ ഉള്ളൂ. ഇപ്പോൾ 2 ഭാഗം നമ്മൾ 1 ഇഞ്ചാണല്ലോ സ്റ്റിച്ചിങ് അലവൻസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ സൈഡ് അടിച്ചു കൊടുക്കുക. 2 ഭാഗത്തും അടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് അടിഭാഗം മടക്കി തയ്ക്കണം. അത് അതുപോലെ തന്നെ ഒരു 4 ഇഞ്ച് വീതിയിൽ ഒരു മടക്ക് മടക്കുക, പിന്നെ ഒന്നുകൂടി മടക്കുക. 2 മടക്ക് മടക്കിയിട്ട് നമ്മൾ അടിഭാഗം മടക്കി തയ്ക്കാം. ഇതിപ്പോൾ നമ്മുടെ ജാക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ട് കിടക്കണമെങ്കിൽ അങ്ങനെ ഇടാം ജാക്കറ്റ്. ഇല്ല, ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു ബട്ടൺ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്കങ്ങനെ അത്ര ഓപ്പൺ ആയിട്ട് കിടക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഇതുപോലെ ഒരു ബട്ടൺ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഇതും ഉണ്ടാക്കിയിട്ട് നമുക്ക് ബട്ടൺ ഇടണ്ടേ.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു തുണി എടുത്തിട്ട്, ഇതിപ്പോൾ ഒരു 3 ഇഞ്ച് വീതിയും ഒരു 4 ഇഞ്ചൊക്കെ നോക്കി, നിങ്ങൾ ആവശ്യത്തിന് നോക്കി ഇത് കിടക്കുന്ന രീതിയിൽ നോക്കിയിട്ട് എടുക്കുക. നിങ്ങൾ ഇങ്ങനത്തെ ബട്ടണാണ് ഹുക്കാണെങ്കിൽ അത് നോക്കിയിട്ട് എടുത്തിട്ട് ഇതുപോലെ താഴെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബെൽ ബട്ടൺ കൂടി വരും കേട്ടോ, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.